നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു ചെറിയ വാടക വീടിന്റെ ഉമ്മറത്ത് ആദർശിരിക്കുകയായിരുന്നു. മുന്നിൽ തുറന്നുവെച്ച സിവിൽ സർവീസ് പരീക്ഷാ പുസ്തകങ്ങൾ. പക്ഷെ അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അച്ഛന്റെ ചികിത്സ, ഇപ്പോൾ മീരയുടെ ഗർഭാവസ്ഥ, ഉത്തരവാദിത്തങ്ങളുടെ ഭാരം അവന്റെ തോളിൽ അമരുന്നുണ്ടായിരുന്നു. ആദർശേട്ടാ, ചായ, മീര വിളിച്ചു. അവൾ ഗർഭിണിയാണ്. എങ്കിലും അവളുടെ മുഖത്ത് ക്ഷീണത്തേക്കാൾ കൂടുതൽ പ്രകാശമുണ്ടായിരുന്നു. ആദർശിന്റെ IPS സ്വപ്നമായിരുന്നു അവളുടെയും ലോകം. എന്താ ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല മീരെ, ഈ പരീക്ഷ, നമ്മുടെ സാഹചര്യം, എനിക്ക് പേടിയാകുന്നു, എല്ലാം കൂടി ഒന്നിച്ച്. ആദർശ് വാക്കുകൾ പൂർത്തിയാക്കാതെ നിർത്തി. മീര അവന്റെ കൈകളിൽ പിടിച്ചു. പേടിക്കേണ്ട ആദർശേട്ടൻ, തീർച്ചയായും IPS ഓഫീസർ ആകും. എനിക്ക് ഉറപ്പാണ്. നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും. അവളുടെ വാക്കുകൾ അവനൽപ്പം ആശ്വാസം നൽകി. എങ്കിലും ആദർശിന്റെ കഠിനാധ്വാനം കണ്ടപ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു ആദി പടർന്നു. താൻ അവനൊരു തടസ്സമാകുന്നുണ്ടോ? താനും ജനിക്കാൻ പോകുന്ന കുഞ്ഞും അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവനെ തിരിച്ചുവിടുമോ? ദിവസങ്ങൾ കടന്നുപോയി. ആദർശ് കൂടുതൽ സമയം പഠനത്തിനായി ചിലവഴിച്ചു. എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിച്ചു. വീട്ടുവാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടി. ആദർശ് ഒരു പാർട്ട് ടൈം ജോലിക്ക് ശ്രമിച്ചെങ്കിലും അതവന്റെ പഠനത്തെ ബാധിച്ചു. ഒരു ദിവസം ആദർശ് പഠിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ മേരിയെ കണ്ടില്ല. സമയം അർദ്ധരാത്രി ആയിരുന്നു. അവൻ അവളെ അന്വേഷിച്ചു. മുറിയിൽ ഒരു കുറിപ്പിരിക്കുന്നത് കണ്ടു. ആദർശേട്ടാ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും മടുത്തു. ഞാൻ എനിക്കിഷ്ടമുള്ള, എന്നെ നന്നായി നോക്കാൻ കഴിയുന്ന ഒരാളുടെ കൂടെ പോകുന്നു. ഇനി എന്നെ അന്വേഷിക്കണ്ട. ആദർശേട്ടന്റെ വഴി നോക്കുക. വാക്കുകൾ വായിച്ച ആദർശ് തകർന്നുപോയി. അവന്റെ ലോകം ഇരുളടഞ്ഞു. മീര തന്നെ ചതിച്ചു. താൻ എത്രയധികം സ്നേഹിച്ചവൾ, തന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിന്നവൾ തന്നെ ഉപേക്ഷിച്ചു പോയി. മീരേ! അവൻ ഉറക്കെ നിലവിളിച്ചു. പക്ഷെ ആ കൂരയിൽ അവന്റെ ശബ്ദം മാത്രം പ്രതിധ്വനിച്ചു. മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. ആദർശിന്റെ കണ്ണീരും മഴവെള്ളവും ഒന്നായി. മീര പോയതിനു ശേഷമുള്ള ആദ്യത്തെ ഏതാനും ആഴ്ചകൾ ആദർശിന് ഒരു ഭ്രാന്താലയം പോലെയായിരുന്നു. ആ ഒരു കൊച്ചു വാടക വീടിന്റെ ഓരോ കോണിലും അവളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അവൾ കരുതി വെച്ച ഉണക്കമുളകും പകുതിയാക്കിയ തുന്നൽ വേലകളും ജനൽക്കൽ വെച്ചിരിക്കുന്ന തുളസി ചെടിയും അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. എന്തിനു മീരെ, എന്തിനായിരുന്നു ഈ ചതി? പലപ്പോഴും അവൻ ഭ്രാന്തമായി അലറിക്കരഞ്ഞു. നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആദർശിനെ അന്വേഷിച്ച് ആളുകളെത്തി. മീര മറ്റൊരാളുടെ കൂടെ പോയി എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആദർശിന്റെ അച്ഛൻ ആ സങ്കടം താങ്ങാനാവാതെ തളർന്നു കിടപ്പിലായി. അപമാന ഭാരത്താൽ ആദർശിനെ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹം സാവധാനം കടുത്ത വെറുപ്പായി മാറി. ദൈവമേ, അവൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ച ഓരോ നിമിഷവും നീ എനിക്ക് തിരിച്ചു തരൂ എന്നവൻ പ്രാർത്ഥിച്ചു. സ്നേഹം തോറ്റയെടുത്ത് പക ജയിക്കാൻ തുടങ്ങി. ആ പക അവൻ തന്റെ പുസ്തകങ്ങളിലേക്ക് പകർത്തി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആദർശ് പഠിച്ചു. വിശപ്പും ദാഹവും അവൻ മറന്നു. ഇടയ്ക്ക് അവളുടെ ചിരിക്കുന്ന മുഖം മനസ്സിൽ വരുമ്പോൾ അവൻ കണ്ണുകൾ മുറുക്കിയടയ്ക്കും. നീ കാണണം മീരെ, നീ ഉപേക്ഷിച്ചു പോയ ഈ ആദർശ് ആരാകുമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. അന്ന് നീ ദുഃഖിക്കും, അവൻ സ്വയം പറഞ്ഞു. അതിനിടയിൽ ആദർശിന്റെ മുത്തശ്ശി ഇടയ്ക്കിടെ അവനെ കാണാൻ വരുമായിരുന്നു. തറവാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിലും ആദർശിന്റെ അവസ്ഥയിൽ അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ആദർശ് ആരോടും അധികം സംസാരിച്ചില്ല. 3 വർഷങ്ങൾ കടന്നുപോയി. കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ആദർശ് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടി. IPS ലിസ്റ്റിൽ അവന്റെ പേര് തിളങ്ങി നിന്നു. പത്രങ്ങളിലും ചാനലുകളിലും ആദർശിന്റെ ചിത്രം വന്നു. ദാരിദ്ര്യത്തോടും ചതിയോടും പൊരുതി ജയിച്ച യുവാവെന്ന നിലയിൽ അവൻ ആഘോഷിക്കപ്പെട്ടു. പരിശീലനത്തിനായി ഹൈദരാബാദിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ആ പഴയ വാടക വീടിന് മുന്നിലൂടെ ഒരിക്കൽ കൂടി നടന്നു. ഇപ്പോൾ അവിടെ പുതിയ താമസക്കാരാണ്. ഇനിയൊരിക്കലും ഞാൻ ഈ വഴി വരില്ല, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ട്രെയിനിങ് കഴിഞ്ഞ് അവൻ ചാർജ് എടുത്തു. കർക്കശക്കാരനായ, ആരെയും കൂസാത്ത ഒരു പോലീസ് ഓഫീസറായി ആദർശ് മാറി. അവന്റെ കണ്ണുകളിൽ പഴയ ആ സ്നേഹം ഉണ്ടായിരുന്നില്ല. പകരം ഒരു തരം തണുപ്പായിരുന്നു. എന്നാൽ ഇതേ സമയം നഗരത്തിന്റെ മറ്റൊരു കോണിൽ ഒരു ചെറിയ തുണിക്കടയിൽ തുണി തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ആദർശിന്റെ പടം വന്ന പത്രത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവളുടെ അരികിൽ ഒരു കുഞ്ഞു ബാലൻ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായി ആദർശ് ചുമതലയേറ്റു. അവന്റെ വരവ് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. നിയമത്തിനു മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത, പാവപ്പെട്ടവരോട് കരുണയില്ലാത്ത, എന്നാൽ കുറ്റവാളികൾക്ക് പേടി സ്വപ്നമായ ഒരു ഓഫീസർ. കഠിനമായ ട്രെയിനിങ് അവന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ മാറ്റിമറിച്ചിരുന്നു. പഴയ ആ പാവം ആദർശല്ല ഇപ്പോൾ യൂണിഫോമിനുള്ളിൽ. ആദർശിന്റെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പോലീസുകാർ പോലും ഒന്ന് വിറക്കും. അവന്റെ മേശപ്പുറത്ത് ഒരേയൊരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അവന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും മീരയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവളുടെ ഒരു ഓർമ്മ പോലും അവൻ തന്റെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരുന്നു. സർ, ഈ മാസത്തെ ക്രമസമാധാന റിപ്പോർട്ട്. സബ് ഇൻസ്പെക്ടർ ഫയൽ നീട്ടി. ആദർശ് അത് പരിശോധിക്കുന്നതിനിടയിൽ ജനാലയിലൂടെ പുറത്തെ ട്രാഫിക്കിലേക്ക് നോക്കി. മഴ ചാറുന്നുണ്ടായിരുന്നു. മഴ കാണുമ്പോഴൊക്കെ അവന്റെ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെടും. മീര പോയ ആ രാത്രിയിലും ഇതുപോലെ പെയ്യുകയായിരുന്നു. സർ, നഗരത്തിലെ ചേരി പ്രദേശത്ത് പുതിയ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ വാടക വീടുകൾ ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ചെറിയ പ്രതിഷേധമുണ്ട്, SI പറഞ്ഞു. നിയമവിരുദ്ധമാണെങ്കിൽ ഒഴിപ്പിക്കുക തന്നെ വേണം. പ്രതിഷേധമുണ്ടെങ്കിൽ ഫോഴ്സിനെ ഉപയോഗിക്കൂ, ആദർശ് കർക്കശമായി പറഞ്ഞു. അതേസമയം നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ കോളനിയിൽ മീര തന്റെ മകനുമായി കഴിയുകയായിരുന്നു. അപ്പു എന്നവൾ വിളിക്കുന്ന ആ 3 വയസ്സുകാരൻ ആദർശിന്റെ അതേ കണ്ണുകളുള്ള കുട്ടിയായിരുന്നു. ഒരു ചെറിയ തയ്യൽ മെഷീനും തുണിക്കഷ്ണങ്ങളുമാണ് അവരുടെ ലോകം. അമ്മേ, വിശക്കുന്നു. അപ്പോ അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു. മീര അവനെ വാരിയെടുത്തു. ഇപ്പൊ തരാം മോനെ, ഈ ഉടുപ്പ് കൂടി ഒന്ന് തുന്നിത്തീർക്കട്ടെ. അവൾക്ക് തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ഒരു ഓർമ്മയുമില്ലായിരുന്നു. ആദർശ് IPS കിട്ടിയ വാർത്ത അവൾ അറിഞ്ഞിരുന്നു. ദൂരെ നിന്ന് ടിവിയിലെ വാർത്തകളിൽ അവനെ കണ്ടപ്പോൾ അവൾ കരയുകയായിരുന്നു. പക്ഷെ അത് സന്തോഷം കൊണ്ടായിരുന്നു. അവൻ താൻ ആഗ്രഹിച്ച നിലയിൽ എത്തിയിരിക്കുന്നു. തന്റെ ത്യാഗം വെറുതെയായില്ല. പെട്ടെന്നാണ് ആ വാർത്ത അവിടെ എത്തിയത്. അവർ താമസിക്കുന്ന ആ ചെറിയ ലയം പൊളിച്ചു മാറ്റാൻ പോകുന്നു. അവിടുത്തെ താമസക്കാരോട് ഉടൻ ഒഴിയാൻ ഉത്തരവിട്ടിരിക്കുന്നത് പുതിയ ACP ആദർശ് IPS ആണ്. താൻ ഏറ്റവും സ്നേഹിക്കുന്ന ആള് തന്നെ തങ്ങളെ തെരുവിലേക്ക് ഇറക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്ന് മീര വേദനയോടെ തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾക്ക് അവനോട് പരിഭവമില്ലായിരുന്നു. നീ വലിയവനാകണം ആദർശേട്ടാ, അതിനു വേണ്ടിയല്ലേ ഞാൻ മരിച്ചവളെ പോലെ ഇവിടെ കഴിയുന്നത്, അവൾ സ്വയം മന്ത്രിച്ചു. ചേരി ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ ആദർശ് നേരിട്ട് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. തന്റെ അധികാരപരിധിയിൽ നിയമവിരുദ്ധമായ ഒന്നും അനുവദിക്കില്ലെന്ന വാശി അവനുണ്ടായിരുന്നു. കനത്ത പോലീസ് സന്നാഹത്തോടെ ആദർശ് ആ കോളനിയിലെത്തി. ആളുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ചിലർ പ്രതിഷേധിച്ചു. പക്ഷേ ആദർശിന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലായിരുന്നു. സർ, ഈ വരിയിലുള്ള വീടുകളാണ് ആദ്യം മാറ്റേണ്ടത്, ഒരു പോലീസുകാരൻ ചൂണ്ടിക്കാട്ടി. ഓരോ വീടിനു മുന്നിലും പോലീസ് നോട്ടീസ് പതിപ്പിക്കുകയായിരുന്നു. ആദർശ് പതുക്കെ നടന്ന ആ നിരയുടെ അറ്റത്തുള്ള ഒരു കൊച്ചു വീടിന് മുന്നിലെത്തി. അവിടെ ഒരു തയ്യൽ മെഷീന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. പെട്ടെന്നൊരു കൊച്ചു ബാലൻ വീടിനുള്ളിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നു. അവൻ നേരെ ചെന്ന് ആദർശിന്റെ കാലിൽ തട്ടി നിന്നു. ആദർശ് താഴേക്ക് നോക്കി. ഏകദേശം 3 വയസ്സ് തോന്നിക്കുന്ന കുട്ടി. ആ കുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആദർശിന്റെ ഉള്ളിൽ അജ്ഞാതമായ ഒരു നടുക്കം. അവന്റെ തന്നെ കുട്ടിക്കാലത്തെ ഫോട്ടോ കാണുന്നത് പോലെ തോന്നി അവന്. അപ്പോ ഇങ്ങോട്ട് വരൂ, അകത്തു നിന്നൊരു വിളി കേട്ടു. ആ ശബ്ദം ആദർശിന്റെ കാതുകളിൽ ഇടിമിന്നൽ പോലെ പതിച്ചു. വർഷങ്ങൾക്കിപ്പുറവും താൻ മറക്കാൻ ശ്രമിച്ച തന്റെ ഉറക്കം കെടുത്തിയ ആ ശബ്ദം. ആദർശ് അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. വീടിനുള്ളിൽ നിന്ന് മീര പുറത്തേക്ക് വന്നു. മകനെ വിളിക്കാൻ വന്ന അവൾ മുന്നിൽ നിൽക്കുന്ന ആദർശിനെ കണ്ട് തറഞ്ഞുപോയി. കാക്കി യൂണിഫോമിൽ അധികാരത്തിന്റെ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന തന്റെ ആദർശേട്ടൻ. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഇപ്പോഴുള്ളത് കടുത്ത വെറുപ്പാണ്. മീര, ആദർശിന്റെ ശബ്ദമിടറി. പക്ഷെ ഉടൻ തന്നെ അവൻ സ്വയം നിയന്ത്രിച്ചു. അവന്റെ നോട്ടം അവളുടെ മുഷിഞ്ഞ വേഷത്തിലേക്കും ആ ചെറിയ വീടിന്റെ ദാരിദ്ര്യത്തിലേക്കും പിന്നെ അവനെ പിടിച്ചു നിൽക്കുന്ന ആ കുട്ടിയിലേക്കും നീണ്ടു. അപ്പോൾ ഇവിടെയാണോ നിന്റെ പുതിയ ജീവിതം? ഇതിനു വേണ്ടിയായിരുന്നോ നീ എന്നെ ചതിച്ചത്? ആദർശ് പരിഹാസത്തോട് ചോദിച്ചു. മീര ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ മറ്റൊരാളുടെ കൂടെ സുഖമായി ജീവിക്കുന്നു എന്നാണ് അവൻ വിശ്വസിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ആ സത്യം തിരുത്താൻ അവൾക്ക് തോന്നിയില്ല. കാരണം ആദർശ് തന്നെ വെറുത്താൽ മാത്രമേ അവൻ തന്റെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കൂ എന്നവൾ ഇന്നും വിശ്വസിക്കുന്നു. സർ, ഈ വീടൊന്നിച്ച് ഉടൻ ഒഴിപ്പിക്കൂ. ആരും ഈ നിയമത്തിന് മുകളിലല്ല, ആദർശ് കടുപ്പിച്ചു പറഞ്ഞു. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു വൻകടൽ ഇരമ്പുകയായിരുന്നു. അവൻ തിരിഞ്ഞു നടന്നു. കാറിലേക്ക് കയറുമ്പോഴും ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. ആരുടെ കുട്ടിയാണത്? ഇവൾക്ക് വേണ്ടിയായിരുന്നോ ഞാൻ എല്ലാം സഹിച്ചത്? ആദർശ് സ്റ്റിയറിംഗിൽ ആഞ്ഞടിച്ചു. കോളനിയിൽ നിന്നും മടങ്ങിയ ആദർശിന് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഫയലുകൾക്കിടയിലൂടെ നോക്കുമ്പോഴും ആ കൊച്ചുബാലന്റെ മുഖം അവനെ തുറച്ചു നോക്കുന്നത് പോലെ തോന്നി. ആ കണ്ണുകൾ അത് തന്നെ പോലെ തന്നെയുണ്ട്. പക്ഷെ മേരിയുടെ ആ കുറിപ്പ്, അവൾ മറ്റൊരാളുടെ കൂടെ പോയി എന്ന ആ വരികൾ അവന്റെ ഉള്ളിൽ ഇപ്പോഴും കനലായി എരിയുന്നുണ്ടായിരുന്നു. അവൾ എന്നെ ചതിച്ചതാണ്, ഇപ്പോൾ അനുഭവിക്കുന്നു, അവൻ സ്വയം പറഞ്ഞുറപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും ആ വീടിന്റെ ദാരിദ്ര്യം അവനെ അസ്വസ്ഥനാക്കി. അവൾ മറ്റൊരാളുടെ കൂടെ സുഖമായി ജീവിക്കുകയല്ലേ വേണ്ടത്? പിന്നെന്തിനാണ് ആ ചെറിയ വാടക വീട്ടിൽ തുണി തുന്നി കഴിയുന്നത്? അന്ന് വൈകുന്നേരം അപ്രതീക്ഷിതമായാണ് ആദർശിന്റെ മുത്തശ്ശി നഗരത്തിലെ അവന്റെ കോട്ടേഴ്സിലേക്ക് എത്തിയത്. ആദർശിന്റെ മുഖത്തെ മ്ലാനത കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. എന്താടാ, നീ എന്തിനാ ഇത്രയും അസ്വസ്ഥനായിരിക്കുന്നത്? ആ ചേരി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വല്ല പ്രശ്നവുമുണ്ടോ?
മുത്തശ്ശി ചോദിച്ചു. ആദർശ് ജനാലയിലൂടെ ദൂരേക്ക് നോക്കി നിന്നു. ഞാൻ ഇന്ന് അവളെ കണ്ടു മുത്തശ്ശി. മീരയെ മുത്തശ്ശിയുടെ കൈകളൊന്ന് വിറച്ചു. അവർ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. അവൾ അവിടെ ഒരു ചെറിയ വീട്ടിൽ കഴിയുകയാണ്. കൂടെ ഒരു കുട്ടിയുമുണ്ട്. എന്നെ ചതിച്ച് പോയവൾക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണിത്, ആദർശ് പല്ലിഞ്ഞിരിച്ചു പറഞ്ഞു. പക്ഷേ ആ കുട്ടി അവനെ കാണാൻ എന്നെ പോലെ തന്നെയുണ്ട് മുത്തശ്ശി. എനിക്ക് മനസ്സിലാകുന്നില്ല. മുത്തശ്ശി ഒരു ദീർഘനിശ്വാസം വിട്ടു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആദർശ്, നീ ഇത്രയും കാലം വിശ്വസിച്ചത് ഒരു കള്ളമാണ്. ആ സത്യം നിന്നോട് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആദർശ് ഞെട്ടിത്തിരിഞ്ഞു. എന്ത് സത്യം? അന്നവൾ നിന്നെ വിട്ടുപോയത് വേറൊരാളുടെ കൂടെ ജീവിക്കാനല്ല, നിന്റെ IPS എന്ന സ്വപ്നത്തിന്. അവളും കുഞ്ഞും ഒരു ബാധ്യതയാകുമെന്ന് അവൾ ഭയപ്പെട്ടു. നീ രാത്രി മുഴുവൻ ജോലി കഴിഞ്ഞു വന്ന് പഠിക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാതെ അവൾ വേദനിച്ചു. നീ അവളെ വെറുത്താൽ മാത്രമേ നീ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വാശിയോടെ നടക്കൂ എന്നവൾ വിശ്വസിച്ചു. ആ കുറിപ്പ് അവൾ എഴുതിയത് നിന്നെ രക്ഷിക്കാനായിരുന്നു ആദർശ്. ആദർശ് തളർന്ന് കസേരയിലേക്കിരുന്നു. അപ്പോൾ ആ കുട്ടി, അത് നിന്റെ മകനാണ് ആദർശ്, നിന്റെ ചോര. നീ ഇത്രയും കാലം ആരെയാണ് വെറുത്തത്? അവൾ നിനക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ ബലി കൊടുത്തു. അവൾ ഇന്നും ഒറ്റയ്ക്കാണ്, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൾ. ആദർശിന്റെ കാതുകളിൽ ഇടിമിന്നൽ ഏൽക്കുന്നത് പോലെ തോന്നി. താൻ ഉയർത്തിയ കാക്കിയുടെ ഗാംഭീര്യവും അധികാരവും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു. താൻ വഞ്ചകയെന്ന് വിളിച്ചവൾ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗിയായിരുന്നു. ഞാൻ എന്ത് ചെയ്തു മുത്തശ്ശി? ഇന്ന് ഞാൻ അവളോട് ക്രൂരമായാണ് പെരുമാറിയത്. അവളുടെ വീട് ഒഴിപ്പിക്കാൻ ഞാൻ ഉത്തരവിട്ടു. ആദർശ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. തന്റെ കാറിന്റെ താക്കോലുമായി അവൻ പുറത്തേക്ക് ഓടി. ആദർശ് ഭ്രാന്തമായി കാർ ഓടിച്ചു. നഗരത്തിലെ ട്രാഫിക് സിഗ്നലുകളോ മഴയോ ഒന്നും അവൻ വകവെച്ചില്ല. മുത്തശ്ശിയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് നിന്റെ ചോരയാണ് ആദർശ്. താൻ വഞ്ചകിയെന്ന് മുദ്രകുത്തി വെറുത്തവൾ താൻ കാക്കി യൂണിഫോമിൽ അധികാരത്തോടെ നിന്നപ്പോൾ മുന്നിൽ വിറച്ചു നിന്ന ആ പാവം പെൺകുട്ടി. അവൾ അനുഭവിച്ച വേദന എത്രയാകും? ഗർഭിണിയായിരുന്ന ആ രാത്രിയിൽ ആരും തുണയില്ലാതെ അവൾ ആ പടിയിറങ്ങിയത് തനിക്ക് വേണ്ടിയായിരുന്നു. മീരെ, എന്നോട് ക്ഷമിക്കൂ. അവൻ സ്റ്റിയറിംഗിൽ അടിച്ചു കരഞ്ഞു. അവൻ ആ കോളനിയിൽ എത്തുമ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. നഗരസഭയുടെ JCBകൾ അവിടെ നിരന്നു നിൽപ്പുണ്ട്. പോലീസുകാർ ബാരിക്കേഡുകൾ ഉയർത്തുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ വീടുകൾ പൊളിച്ചു തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണവർ. ആദർശ് ആ വരിയുടെ അറ്റത്തുള്ള ആ പഴയ വീട്ടിലേക്ക് ഓടി. പക്ഷെ ആ വീട് ശൂന്യമായിരുന്നു. തയ്യൽ മെഷീൻ അവിടെയില്ല. ആ കൊച്ചുബാലന്റെ കളിപ്പാട്ടങ്ങളില്ല. വീടിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. മീരെ, മീരെ, അവൻ ഉറക്കെ വിളിച്ചു. അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പ്രായമായ സ്ത്രീ പുറത്തേക്ക് വന്നു. ACPയെ കണ്ട ഭയത്തോടെ അവർ കൈകൂപ്പി. സർ, അവൾ പോയി. വൈകുന്നേരം സാറ് വന്നതിന് ശേഷം അവൾ ആകെ തകർന്നു പോയി. ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ആ സാധനങ്ങളെല്ലാം ഒരു ഓട്ടോയിൽ കയറ്റി അവൾ പോയി. എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞു? ആദർശ് പരിഭ്രമത്തോട് ചോദിച്ചു. അറിയില്ല സർ, ആരോടൊന്നും പറഞ്ഞില്ല. ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ കരഞ്ഞുകൊണ്ടാണ് പോയത്. സാർ അവളോട് അത്രയും കടുപ്പത്തിൽ സംസാരിച്ചത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ആദർശ് തളർന്ന ആ വീടിന്റെ വരാന്തയിലിരുന്നു. തന്റെ അധികാരം അവൾക്ക് നൽകിയത് കണ്ണീർ മാത്രമാണ്. അവൻ ആ മുറിക്കുള്ളിലേക്ക് ഒന്നു നോക്കി. ചുമരിൽ ഒരു ചെറിയ കലണ്ടർ ഇരിപ്പുണ്ട്. അതിൽ ആദർശ് IPS നേടിയ ദിവസം ഒരു വട്ടം വരച്ചു വെച്ചിരിക്കുന്നു. തന്റെ വിജയത്തെ അവൾ അത്രമേൽ ആഘോഷിച്ചിരുന്നു എന്ന് ആ ഒരൊറ്റ അടയാളം അവനോട് വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു. കൺട്രോൾ റൂമിൽ നിന്നാണ്. സർ, നഗരത്തിന്റെ അതിർത്തിയിൽ ഒരു ഓട്ടോറിക്ഷ അപകടത്തിൽ പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീയും കുട്ടിയുമാണ് അതിലുണ്ടായിരുന്നത്. അവരെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദർശിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അവനൊന്നും ആലോചിക്കാതെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്ന ആ കൊച്ചുകുട്ടിയെ അവൻ കണ്ടു. അപ്പു, അവന്റെ നെറ്റിയിൽ മുറിവുണ്ട്. സാറാണോ ഇതിന്റെ ബന്ധു? ഡോക്ടർ ചോദിച്ചു. ആദർശ് വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അതെ, ഞാൻ അവന്റെ അച്ഛനാണ്. ആദ്യമായി ആ വാക്ക് പറയുമ്പോൾ അവന്റെ തൊണ്ടയിടറി. കുട്ടിക്ക് സാരമില്ല, പക്ഷെ ആ സ്ത്രീ, അവർക്ക് ബോധം വന്നിട്ടില്ല. കടുത്ത മാനസിക സമ്മർദ്ദവും തളർച്ചയും അവർക്കുണ്ട്. ഡോക്ടർ മീര കിടക്കുന്ന മുറിയിലേക്ക് വിരൽ ചൂണ്ടി. ആദർശ് പതുക്കെ ആ മുറിയിലേക്ക് നടന്നു. വെള്ളപുതച്ച കിടക്കയിൽ വിളറി വെളുത്ത് മീര കിടക്കുന്നു. ആശുപത്രി മുറിയിലെ നിശബ്ദതയിൽ മെഷീനുകളുടെ നേർത്ത ശബ്ദം മാത്രം കേൾക്കാം. വെളുത്ത വിരിപ്പുകൾക്കിടയിൽ ബോധമില്ലാതെ കിടക്കുന്ന മീരയുടെ കൈകൾ ആദർശ് മെല്ലെ ചേർത്ത് പിടിച്ചു. ആ കൈകൾ തയമ്പിച്ചതായിരുന്നു. തയ്യൽ മെഷീൻ ചവിട്ടിയും കഠിനമായ ജോലി ചെയ്തും വിണ്ടുകീറിയ വിരലുകൾ. തന്റെ ലക്ഷ്യത്തിനു വേണ്ടി അവൾ എത്രമാത്രം ഉരുകിത്തീർന്നെന്ന് ആ കൈകൾ അവനോട് പറഞ്ഞു. മീരെ, കണ്ണു തുറക്ക്. നിന്റെ ആദർശേട്ടനാണ് വന്നിരിക്കുന്നത്, അവൻ വിറക്കുന്ന സ്വരത്തിൽ മന്ത്രിച്ചു. കുറച്ചു സമയത്തിന് ശേഷം മീര പതുക്കെ കണ്ണുകൾ ചിമ്മിത്തുറന്നു. കാഴ്ച തെളിഞ്ഞു വന്നപ്പോൾ മുന്നിൽ കാക്കി യൂണിഫോമിൽ ഇരിക്കുന്ന ആദർശിനെ കണ്ട് അവൾ ഭയത്തോടെ കൈകൾ പിൻവലിക്കാൻ ശ്രമിച്ചു. സർ, അപ്പു, എന്റെ കുഞ്ഞ് എവിടെ? അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. അപ്പുവിന് കുഴപ്പമൊന്നുമില്ല മീരെ, അവൻ സുരക്ഷിതനാണ്. നീ ശാന്തയാകൂ. ആദർശ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മീരയുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. ഞങ്ങൾ പൊക്കോളാം സർ, ആ കോളനിയിൽ ഇനി വരില്ല. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തണം.
ആദർശിന്റെ ഹൃദയം ആ വാക്കുകളിൽ തകർന്നുപോയി. മീരെ, നിർത്തൂ. എന്നെ സാറെന്ന് വിളിക്കരുത്. നിനക്കെല്ലാം അറിയാമായിരുന്നു അല്ലേ? എന്നിട്ടും എന്തിനാ എന്നെ ഇത്രയും വലിയൊരു പാപിയാക്കിയത്? മുത്തശ്ശിയെല്ലാം എന്നോട് പറഞ്ഞു. മീര ഒരു നിമിഷം നിശബ്ദയായി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി തലയിണയിൽ പടർന്നു. ആദർശേട്ടൻ ഇന്ന് ഈ നിലയിൽ എത്തിയത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ സാന്നിധ്യം നിങ്ങളെ തളർത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ദാരിദ്ര്യത്തിന് നടുവിൽ ഒരു കുഞ്ഞും കൂടി വന്നാൽ നിങ്ങൾ പഠനം ഉപേക്ഷിക്കുമായിരുന്നു. അതിനുവേണ്ടി എന്നെ ഒരു വഞ്ചകനാക്കണമായിരുന്നു മീരെ. നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഞാൻ എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും? ആദർശ് അവളുടെ കൈകളിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. ഒരു IPS ഓഫീസറുടെ ഗാംഭീര്യമെല്ലാം ആ കണ്ണീരിൽ ഒലിച്ചുപോയി. കരയരുത് ആദർശേട്ടാ, നിങ്ങളുടെ വിജയമാണ് എന്റെ സന്തോഷം. പക്ഷേ ഇന്ന് നിങ്ങൾ ആ വീട് ഒഴിപ്പിക്കാൻ വന്നപ്പോൾ എന്നെ ആ പഴയ വഞ്ചകിയായി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ആ നഗരം വിട്ടു പോകാൻ ഞാൻ ഇറങ്ങിയത്. അവൾ കിതപ്പോടെ പറഞ്ഞു. ഇനി ഒരിടത്തേക്ക് നീ പോകില്ല. ഈ ആദർശിന്റെ കൂടെ അവന്റെ വീട്ടിൽ അവന്റെ മകനോടൊപ്പം നീ ഉണ്ടാകും. ആദർശ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും പുറത്ത് അപ്പുവിന്റെ കരച്ചിൽ കേട്ടു. നേഴ്സ് അവനെ മുറിയിലേക്ക് കൊണ്ടുവന്നു. നെറ്റിയിൽ ഒരു ചെറിയ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. ആദർശ് എഴുന്നേറ്റ് ചെന്ന് അവനെ വാരിയെടുത്തു. അപ്പു ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും ആദർശിന്റെ കണ്ണുകളിലെ സ്നേഹം തിരിച്ചറിഞ്ഞതുപോലെ അവന്റെ തോളിൽ ചാഞ്ഞു. മോനെ, ഇത് അച്ഛനാണ്. ആദർശ് അവന്റെ കവളിൽ ഉമ്മ വെച്ചു. മീര ആ കാഴ്ച കണ്ട് വിതുമ്പിപ്പോയി. വർഷങ്ങളായി അവൾ സ്വപ്നം കണ്ട നിമിഷം. പക്ഷെ അവരുടെ മുന്നിൽ ഇനിയും കടമ്പകൾ ഉണ്ടായിരുന്നു. ആദർശിന്റെ പദവിയും സമൂഹത്തിന്റെ ചോദ്യങ്ങളും, പിന്നെ മീരയെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ആദർശിന്റെ കുടുംബവും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മീരയെയും അപ്പുവിനെയും കൂട്ടി ആദർശ് നേരെ പോയത് തന്റെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിലേക്കല്ല, മറിച്ച് തന്റെ തറവാട്ടിലേക്കായിരുന്നു. അവിടെയാണ് അവന്റെ അച്ഛനും മുത്തശ്ശിയും കഴിയുന്നത്. കാറ് തറവാടിന്റെ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ മീരയുടെ ഉള്ളിൽ ഒരു പേടി വിറയലായി പടർന്നു. ആദർശേട്ടാ, അച്ഛൻ എന്നെ വെറുക്കില്ലേ? നാട്ടുകാർ എന്ത് പറയും? അവൾ മടിച്ചു നിന്നു. ആരും ഒന്നും പറയില്ല മീരെ. സത്യം അറിയുമ്പോൾ എല്ലാവരും നിന്നെ നെഞ്ചോട് ചേർക്കും. നീ അനുഭവിച്ച ത്യാഗത്തിന് മുന്നിൽ ഞങ്ങളെല്ലാം കുറ്റവാളികളാണ്. ആദർശ് അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. കാറിൽ നിന്നും ഇറങ്ങിയ ആദർശിന്റെ കയ്യിൽ അപ്പു ഉണ്ടായിരുന്നു. ഉമ്മറത്തിരുന്ന അച്ഛൻ രാഘവൻ നായർ അത്ഭുതത്തോടെ എഴുന്നേറ്റു. പോലീസ് യൂണിഫോമിൽ മകൻ ഒരു കുഞ്ഞിനെ എടുത്ത് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. പിന്നാലെ തല താഴ്ത്തി വരുന്ന മീരയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വലിഞ്ഞു മുറുകി. ആദർശ്, നീ ധാരയാ ഈ വീടിനകത്തേക്ക് കയറ്റുന്നത്? നമ്മളെ ചതിച്ചു പോയവളെ ഇനിയും? രാഘവൻ നായർ ആക്രോശിച്ചു. അച്ഛാ, നിർത്തൂ. ആദർശ് കടുപ്പിച്ചു പറഞ്ഞു. ചതിച്ചത് അവളല്ല, നമ്മളാണ്. ഇവൾ പോയത് സുഖിക്കാനല്ല, എന്നെ ഈ നിലയിൽ എത്തിക്കാനാണ്. ഈ നിൽക്കുന്നത് എന്റെ മോനാണ്. അപ്പോ മുത്തശ്ശി അകത്തു നിന്ന് ഓടി വന്നു. അവർ അപ്പുവിനെ ആദർശിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഉമ്മ വെച്ചു. രാഘവ, സത്യം നീ അറിയണം. മീര ചെയ്തത് നമുക്കാർക്കും ചെയ്യാൻ കഴിയാത്ത വലിയൊരു ത്യാഗമാണ്. മുത്തശ്ശി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞപ്പോൾ രാഘവൻ നായർ തളർന്ന് കസേരയിലേക്കിരുന്നു. തന്റെ മരുമകളെ തെറ്റിദ്ധരിച്ചതോർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. മീരെ, മോളെ, എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം വിറക്കുന്ന കൈകൾ കൊണ്ട് അവളുടെ തലയിൽ തലോടി. മീര അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കരഞ്ഞു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന ആ ഭാരം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. അപ്പൊ ആ വലിയ വീടിന്റെ മുറ്റത്തെ കൗതുകത്തോടെ നോക്കി നിന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും ഒരു കരിനിഴൽ അവിടെ ഉണ്ടായിരുന്നു. ആദർശ് ഒരു IPS ഓഫീസറാണ്. അവന്റെ ഭൂതകാലവും അവന്റെ ഭാര്യയെക്കുറിച്ചുള്ള പഴയ വാർത്തകളും നാട്ടുകാർക്കിടയിൽ വീണ്ടും സംസാരമായി. ഒരു IPS ഓഫീസറുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയവളാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവരുന്നത് അവന്റെ പദവിക്ക് കളങ്കമാകില്ലേ എന്ന് ചിലരടക്കം പറഞ്ഞു തുടങ്ങി. ആദർശിന്റെ ഓഫീസിലെ ചില ശത്രുക്കൾ ഈ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചു. ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ ജീവിതത്തിലെ ഈ വിവാദങ്ങൾ പത്രങ്ങളിൽ വാർത്തയായി വരാൻ തുടങ്ങി. മീര, നീ ഇനി ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട. ഈ യൂണിഫോമിനേക്കാൾ എനിക്ക് വലുത് നീയും നമ്മുടെ മോനുമാണ്. ആദർശ് അവൾക്ക് ഉറപ്പു നൽകി. പക്ഷെ അടുത്ത ദിവസം രാവിലെ ആദർശിന്റെ വീടിന് മുന്നിൽ ഒരു വലിയ പോലീസ് സംഘവും മാധ്യമപ്രവർത്തകരും തടിച്ചുകൂടി. IG ആദർശിനെ ഫോണിൽ വിളിച്ചു. IGയുടെ ഫോൺ കോൾ ആദർശിന്റെ കാതുകളിൽ മുഴങ്ങി. ആദർശ്, നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ട്. നിന്റെ ഭാര്യയെക്കുറിച്ച് പഴയ പോലീസ് റെക്കോർഡുകളിലുള്ളത് വഞ്ചനയുടെയും ഒളിച്ചോട്ടത്തിന്റെയും കഥകളാണ്. ഇപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവന്നത് വലിയ വിവാദമായിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആദർശ് ഫോൺ വെച്ചു. അവന്റെ മുഖം വല്ലാതെ വിവരണമായിരുന്നു. പുറത്ത് മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. സിറ്റി ACPയുടെ ഭാര്യയുടെ തിരോധാനം ഒരു നാടകമായിരുന്നു. IPS ഓഫീസർ നിയമം കയ്യിലെടുക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു. മീര ജനാലയിലൂടെ പുറത്തെ ബഹളങ്ങൾ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദർശേട്ടാ, ഞാൻ വീണ്ടും നിങ്ങൾക്കൊരു ബാധ്യതയാവുകയാണോ? ഞാൻ വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം? ഞാൻ അപ്പുവിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ആദർശ് അവളുടെ അരികിലെത്തി തോൾ ചേർത്ത് പിടിച്ചു. ഇല്ല മീരെ,
ഒരിക്കൽ നീ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു മാറി. അന്ന് ഞാൻ തോറ്റുപോയി. പക്ഷേ ഇന്ന് ഞാനൊരു ഓഫീസറാണ്, സത്യത്തിന് വേണ്ടി പോരാടാൻ പഠിച്ചവൻ. നീ ഒളിച്ചോടേണ്ടവളല്ല, അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കേണ്ടവളാണ്. ആദർശ് തന്റെ യൂണിഫോം ശരിയാക്കി തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. അവൻ പതുക്കെ വീടിന്റെ ഉമ്മറത്തേക്ക് ഇറങ്ങി. ക്യാമറ കണ്ണുകൾ അവന് നേരെ തിരിഞ്ഞു. എനിക്ക് പറയാനുള്ളത് എല്ലാവരും കേൾക്കണം. ആദർശിന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ മുറ്റത്ത് മുഴങ്ങി. നിങ്ങൾ കാണുന്ന ഈ സ്ത്രീ എന്റെ ഭാര്യ മീര. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിട്ടുപോയത് മറ്റൊരു പുരുഷന്റെ കൂടെയല്ല, മറിച്ച് ദരിദ്രനായ ഈ ആദർശിന് IPS കിട്ടാൻ വേണ്ടി അവളൊരു തടസ്സമാകരുത് എന്ന് കരുതി അവൾ സ്വയം ഇല്ലാതായതാണ്. ഒരു ഗർഭിണിയായ സ്ത്രീ തന്റെ ഭർത്താവിന്റെ സ്വപ്നത്തിന് വേണ്ടി തെരുവിലിറങ്ങി തുണി തുന്നി ജീവിച്ചത് ചതിയല്ല, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗമാണ്. ആദർശ് തന്റെ ഫോണിൽ നിന്നും പഴയ ആ വാടക വീട്ടിലെ ഡയറിയിലെ വരികൾ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. മീരയുടെ കഷ്ടപ്പാടുകൾ കണ്ട അയൽവാസികളുടെ മൊഴികളും അവൻ ശേഖരിച്ചിരുന്നു. നിയമവിരുദ്ധമായി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ഇതിന്റെ പേരിൽ എന്റെ ജോലി പോകുമെങ്കിൽ പോകട്ടെ, പക്ഷെ എന്റെ ഭാര്യയുടെ അന്തസ്സിനേക്കാൾ വലുതല്ല എനിക്ക് പദവി. ആദർശിന്റെ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ നിശബ്ദരായി. ചില മാധ്യമ പ്രവർത്തകർ ക്യാമറകൾ താഴ്ത്തി. ആദർശിന്റെ കണ്ണുകളിലെ സത്യസന്ധത അവരെ സ്പർശിച്ചിരുന്നു. ആ വാർത്തകൾ മിനിറ്റുകൾക്കുള്ളിൽ മാറിമറിഞ്ഞു. ത്യാഗത്തിന്റെ പ്രതീകമായ IPS ഭാര്യ എന്ന നിലയിൽ മീര പ്രശംസിക്കപ്പെട്ടു. അന്ന് വൈകുന്നേരം IG വീണ്ടും വിളിച്ചു. ആദർശ്, നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. സർക്കാർ നിന്റെ വിശദീകരണം അംഗീകരിച്ചിട്ടുണ്ട്. സമാധാനമായ ജോലിയിൽ തുടരുക. ആദർശ് മീരയുടെ അടുത്തേക്ക് നടന്നു. അവൾ അപ്പുവിനെ മടിയിൽ കിടത്തി ഉറക്കുകയായിരുന്നു. ആദർശ് അവളുടെ അരികിൽ ഇരുന്നു. നമ്മൾ ജയിച്ചു മീര. പക്ഷേ ആ സന്തോഷത്തിനിടയിലും മീരയ്ക്ക് ഒരാഗ്രഹം ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട ആ പഴയ വാടക വീട്, അവിടെ അവൾ ഉപേക്ഷിച്ചു പോയ ചില ഓർമ്മകൾ ഇന്നും ബാക്കിയുണ്ട്. ആദർശിന്റെ ഔദ്യോഗിക വസതിയിലെ വലിയ മുറിയിൽ ഇരിക്കുമ്പോഴും മീരയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. IPS ഓഫീസറുടെ ഭാര്യ എന്ന ബഹുമാനം ലഭിക്കുമ്പോഴും അവൾക്ക് തന്റെ പഴയ ആ ചെറിയ ലോകത്തെ മറക്കാൻ കഴിഞ്ഞില്ല. നമുക്കൊരിടം വരെ പോകണം മീരെ, ഒരു ഞായറാഴ്ച രാവിലെ ആദർശ് പറഞ്ഞു. അവൻ അവളെയും അപ്പുവിനെയും കൂട്ടി കാറിൽ കയറി. നഗരത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞ് കാർ ചെന്ന് നിന്നത് ആ പഴയ വാടക വീടിന് മുന്നിലായിരുന്നു. ആദർശ് IPS ആകാൻ പഠിച്ച മീര തുന്നൽ മെഷീൻ ചവിട്ടി രാപ്പകൽ കഴിച്ചുകൂട്ടിയ ആ ചെറിയ വീട്. പക്ഷെ ആ വീടിപ്പോൾ പഴയതുപോലെയല്ല. അത് പെയിന്റിംഗ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. മുറ്റത്ത് തുളസിത്തറയുണ്ട്. വാതിലിൽ ഒരു ചെറിയ നെയിം പ്ലേറ്റ്. മീര ദർശി. ആദർശേട്ടാ ഇത്? മീര അത്ഭുതത്തോടെ നോക്കി. ഈ വീട് ഞാൻ വാങ്ങി മീരെ. നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ ഈ വീട് നമുക്ക് തണൽ നൽകി. നീ എനിക്ക് വേണ്ടി നിന്റെ സന്തോഷങ്ങൾ ഉപേക്ഷിച്ചു പോയത് ഈ പടിവാതിൽക്കൽ നിന്നാണ്. നിന്റെ ത്യാഗത്തിന്റെ ഓർമ്മക്കായി ഈ വീട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. ആദർശ് അവളുടെ കൈപിടിച്ചു. അവർ അകത്തേക്ക് കയറി. അവിടെ ഒരു മൂലയിൽ മീരയുടെ പഴയ തുന്നൽ മെഷീൻ അടിച്ചു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആദർശ് IPS കിട്ടിയപ്പോൾ അവൾ അടയാളപ്പെടുത്തിയ ആ പഴയ കലണ്ടർ ഫ്രെയിം ചെയ്ത് ചുമരിൽ തൂക്കിയിരിക്കുന്നു. അപ്പു ആ കൊച്ചു മുറികളിലൂടെ ഓടിക്കളിച്ചു. അവനതൊരു പുതിയ ലോകമായിരുന്നു. അന്ന് നീ പോയപ്പോൾ ഈ വീട് എനിക്ക് നരകമായിരുന്നു മീരെ. ഇന്ന് നീ കൂടെയുള്ളപ്പോൾ ഇതെനിക്ക് സ്വർഗമാണ്. ആദർശ് വികാരധീനനായി പറഞ്ഞു. മീര തുന്നൽ മെഷീന് അരികിലിരുന്നു. അവളുടെ വിരലുകൾ അതിൽ മെല്ലെ തലോടി. എനിക്ക് ഈ പദവികളേക്കാൾ ഇഷ്ടം ആദർശേട്ടന്റെ ഈ തുന്നൽക്കാരിയായി ഇരിക്കാനാണ്. പെട്ടെന്ന് മുറ്റത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. മുത്തശ്ശിയും അച്ഛനും അവിടെ എത്തിയിരുന്നു. അവർ മധുരപലഹാരങ്ങളുമായി അകത്തേക്ക് വന്നു. ആ ചെറിയ വീട് ചിരിയും സംസാരവും കൊണ്ട് നിറഞ്ഞു. നഗരത്തിലെ വലിയ ബംഗ്ലാവുകളേക്കാൾ ആ കൊച്ചു വാടക വീടിന്റെ ചുമരുകൾക്ക് ഇപ്പോൾ കൂടുതൽ തിളക്കമുണ്ടായിരുന്നു. കാരണം അവിടെ സ്നേഹവും ത്യാഗവും ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. ആദർശ് ജനാലയിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കി. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനും കണ്ണുനീരിനും ശേഷം കറുത്ത മേഘങ്ങൾ നീങ്ങി തെളിഞ്ഞ നിലാവ് അവരുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു.